അതിനെപ്പറ്റി ലക്ഷ്മി പറഞ്ഞത് എന്താ? വീട്ടിലടുപ്പിക്കാൻ പറ്റത്തില്ലെന്ന്. എൻ്റെ വീട്ടിൽ കയറ്റത്തില്ലെന്നല്ലേ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ അതിനൊരു പറഞ്ഞൊരു തിരുത്താണ് വേണ്ടത്. നമ്മൾ ലക്ഷ്മി ഒത്തിരി കുറ്റം പറഞ്ഞായിരുന്നു. ലക്ഷ്മി പറഞ്ഞത് 100% ശരിയാണ്. എനിക്കൊരു തിരുത്തുണ്ട്. വീട്ടിൽ നിന്നല്ല, ആ പഞ്ചായത്തിലെ അടുപ്പിക്കാൻ പറ്റാത്ത ഒരു കക്ഷിയാണ് ഈ ആദില. എന്താ സ്വഭാവം? അനീഷ് ഇന്നലെ രാത്രി കിച്ചൺ ടീമിൽ പാത്രം കഴുകാൻ വേണ്ടി വിളിക്കുന്നു. അതിൻ്റെ വെഫൽ ടീമിൻ്റെ ക്യാപ്റ്റനാണ് അനീഷ്. ആദില, ജിഫയിലെ ജിഷിനുമൊക്കെയാണ് ആ ടീമിലെ അംഗങ്ങൾ. അപ്പം ചെന്ന് വിളിക്കുക കഴിയുമ്പോൾ തമ്പ്രാട്ടി തോഴിമാരുമായിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. തമ്പ്രാട്ടി അനീഷ് എന്ന് വിളിക്കുന്നു. ഇപ്പം വരാൻ പറ്റത്തില്ല എന്ന് പറയുന്നു. കുറച്ചു നേരം അനീഷ് അവിടെ നിൽക്കുന്നു. താൻ പോടോ, ഇല്ല വീട്ടുകാരെ വിളിക്കുന്ന പോലെ വിളിക്കുന്നത് അനീഷിനെ. അപ്പോൾ അനീഷ് ഭാഗ്യമായിട്ട് എന്നാൽ ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞു പോകുന്നു. അനീഷ് ഇന്ന് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തമ്പ്രാട്ടി ചാടി എണീക്കുന്നു. എന്നിട്ട് അനീഷിൻ്റെ ബെഡും തലയാണിയും എല്ലാം എടുത്ത് കളയുന്നു. ആ ചട്ടിയുടെ വിചാരം എനിക്ക് തോന്നുന്നു ടാസ്ക് കഴിഞ്ഞതിന് ശേഷമാണ്. നമ്മുടെ ഹോട്ടൽ ടാസ്കിനകത്ത് ഹോട്ടൽ ഉടമയുടെ മകളായിട്ട് ഇനി ജീവിക്കുകയാണോ എന്ന് എനിക്കറിയാൻ വയ്യ. കാരണം ബിഗ് ബോസിൻ്റെ മകളാണ് എന്നുള്ള വിചാരത്തിലാണോ ജീവിക്കുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഏതായാലും റിയാഫ് വന്നതിന് ശേഷമാണ് ഈ പ്രകടമായ മാറ്റം. നമ്മൾ പറയത്തില്ലേ, മാടമ്പള്ളിയിലെ നമ്മൾ വിചാരിക്കുന്ന പോലുള്ള വ്യക്തി അത് ആരാണ്? നമ്മളെ ആദിലയാണ്. ആദ്യമേയൊക്കെ നമ്മൾ എന്ത് സപ്പോർട്ടാണ് ചെയ്തത് അല്ലേ? ആദില ഫയറാകുന്നു. സത്യം പറഞ്ഞാൽ ലജ്ജിക്കുന്നു കേട്ടോ. ഈ ബിഗ് ബോസിനെ പറ്റിയൊരു മത്സരാർത്ഥിയല്ല. ഏതായാലും തമ്പ്രാട്ടി ഇങ്ങോട്ട് വരുന്നു. അനീഷ് പാത്രം കഴുകിക്കൊണ്ടിരിക്കുന്നു. അനീഷിനോട് മാറി നിൽക്കാൻ പറയുന്നു. സാധാരണ വീട്ടുകാരോടൊക്കെ അങ്ങനെയല്ലേ പറയുന്നത്. അങ്ങനെ മാറി നിൽക്കാൻ പറയുന്നു. അവസാനം ആ എച്ചിലും വെള്ളം എടുത്ത് കമത്തുന്നു. അനീഷിൻ്റെ മേത്ത് തെറിച്ച് വീഴുന്നു. എന്നിട്ട് ആ കൈ അനീഷിൻ്റെ മേത്ത് കുടയുന്നു. എന്താ വീട്ടിൽ എല്ലാവരോടും എങ്ങനെയാണോ എന്നൊരു സംശയമുണ്ട്. വീട്ടിൽ പഠിച്ചതല്ലേ പാടത്തുള്ളൂ എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതുതന്നെ ആയിരിക്കും സംഭവം. ഏതായാലും അവൾ എന്തോ ഒരു സംഭവമാണെന്നുള്ളൊരു തോന്നലാണ്. അനീഷിനെ പുറകെ നടന്ന് അനീഷിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും റിയാഫ് വന്നതിന് ശേഷമാണ്. റിയാഫ് പറഞ്ഞു കൊടുത്തതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അനീഷിനെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കൂടും എന്നൊക്കെയുള്ള വിചാരം ഉണ്ടോ എന്നറിയില്ല. എങ്കിൽ അതങ്ങ് നിർത്തിയരും മോളെ. ഉള്ള വോട്ടും കൂടെ പോകുന്ന ലക്ഷണമാണ് നിൻ്റെ ഈ സംഭവങ്ങളൊക്കെ കണ്ടിട്ട്. കഴിഞ്ഞ ദിവസം ജ്യൂസ് കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനീഷിൻ്റെ വെള്ളം തട്ടിക്കളയുന്നു. അനീഷിൻ്റെ പുറകെ നടന്ന് നിരന്തരമായി ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഈ പ്രാവശ്യം ലാലേട്ടൻ വരുമ്പോൾ ചോദിക്കും എന്ന് തന്നെ നമ്മൾ കരുതുന്നു. കാത്തിരുന്ന് കാണാം.